1939 തൻ്റെ 70-ാം വയസ്സിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയത് ഇപ്രകാരമാണ്: മഹാത്മാ ഗാന്ധി, എ ലീഡർ ഓഫ് ഹിസ് പീപ്പിൾ, unsupported by any outward authority, a politician whose success rests not upon craft nor the mastery of technical devices, but simply on the convincing power of his personality. A victorious fighter who has already scorned the use of force, a man of wisdom and humanity, armed with resolve and inflexible consistence, who has devoted all his strength to the uplifting of the people and the betterment of their lot, a man who has confounded the utility of Europe with the dignity of the simple human being, and those at all time reason superior. Generations to come, it maybe will scarce believe that such a one as this, ever in flesh and blood, walked upon the earth. ബാഹ്യ ശക്തികളുടെ പിന്തുണയില്ലാതെ തന്നെ അദ്ദേഹം തൻ്റെ ജനതയുടെ നേതാവായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിൻ്റെ വിജയം കൗശലം നിറഞ്ഞ പ്രായോഗിക തന്ത്രങ്ങളുടെ മാത്രമായിരുന്നില്ല, മറിച്ച് കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിവുള്ള വ്യക്തിത്വത്തിലൂടെയായിരുന്നു അദ്ദേഹം വളർന്നു വന്നത്. വിനയത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആൾരൂപമായിരുന്നു അദ്ദേഹം. ഏതു സാഹചര്യത്തിലും സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാത്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സ്വന്തം ജനതയുടെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി തൻ്റെ എല്ലാ കഴിവുകളും സമർപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട ഗാന്ധിജി. ഒരു സാധാരണ മനുഷ്യൻ്റെ മഹത്വത്തിലൂടെ യൂറോപ്പിൻ്റെ മനുഷ്യമില്ലായ്മയെ അദ്ദേഹം നേരിട്ടിരുന്നു. Generation to come, it may be will scarce believe that such a one as this, ever in flesh and blood, walk upon the earth. കാലങ്ങൾ പിന്നിടുമ്പോൾ ഒരു പക്ഷേ ആ തലമുറക്ക് ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ലെറ്റ്സ് ഡിസ്കസ്, നമുക്ക് ചർച്ച ചെയ്യാം. വാട്ട് ഇംപ്രഷൻ ഓഫ് ഗാന്ധിജി ഡു യു ഗോട്ട് ഫ്രം ദ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഗിവൺ എബോവ്? ഡിസ്കസ്. മുകളിൽ കൊടുത്തിരിക്കുന്ന വിവരണത്തിൽ നിന്നും ഗാന്ധിജിയെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായ മനോഭാവം എന്താണ്? ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഇംപ്രഷൻ ഐ ഗെറ്റ് ഈസ് ദാറ്റ് ഗാന്ധിജി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ദ വേൾഡ് ഹാസ് എവർ സീൻ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു വ്യക്തിയാണ് ഗാന്ധിജി എന്നാണ് എനിക്ക് തോന്നുന്നത്. He did not have any political authority, but he was a true leader of the people. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ തന്നെ ഒരു ജനതയുടെ നേതാവായിരുന്നു അദ്ദേഹം. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. അതിൽ രണ്ടാമതായി പറയുന്നു, വാട്ട് കൈൻഡ് ഓഫ് എ
ഫിഗർ ഈസ് ഗാന്ധി. ഗാന്ധി എങ്ങനെയുള്ള പോരാളിയായിരുന്നു? അതിനുത്തരം ഒരുപാട് നമുക്ക് പറയാനുണ്ടാകും. ചെറിയൊരു ഹിൻസ് ഞാൻ നൽകാം. ഗാന്ധി ഹീസ് എ ഫൈറ്റർ ഹു ബിലീവ്ഡ് ഇൻ നോൺ വയലൻസ്. അഹിംസയിൽ വിശ്വസിച്ചിരുന്ന ഒരു പോരാളിയായിരുന്നു ഗാന്ധി. അതിൻ്റെയും ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. അടുത്തത് വൺ മസ്റ്റ് പ്രാക്ടീസ് വാട്ട് വൺ preaches. How far is the statement true of മഹാത്മാ ഗാന്ധി? പ്രവർത്തിക്കുന്നത് മാത്രമേ പ്രചരിപ്പിക്കാവൂ എന്നുള്ള ചൊല്ല് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രസക്തിയുള്ളതാണ്? അതിന് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ആൾവേസ് പ്രാക്ടീസ്ഡ് വാട്ട് ഹി പ്രീച്ച്ഡ്. അദ്ദേഹം സംസാരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഹി സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് ഡീഡ്സ് മസ്റ്റ് ബി ആൻ എക്സ്ക്യൂഷൻ ഓഫ് വേർഡ്സ്. വാക്കുകളുടെ പൂർത്തീകരണം ആയിരിക്കണം പ്രവർത്തികൾ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എംപ്റ്റി വേർഡ്സ് നെവർ കം ഔട്ട് ഓഫ് ഹിസ് മൗത്ത്. അദ്ദേഹത്തിൽ നിന്ന് അർത്ഥശൂന്യമായ വാക്കുകൾ വരാറില്ല. ഇഫ് ഹി സാഡ് സംതിങ് പീപ്പിൾ കുഡ് ബി ഷുവർ ദാറ്റ് ഹി വുഡ് ഡു ഇറ്റ്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും അത് ചെയ്യുമെന്ന് ജനങ്ങൾക്കറിയാം. ഹി ഈവൻ ഗിവ് അപ്പ് ഹിസ് ലൈഫ് ടു പ്രാക്ടീസ് വാട്ട് ഹി പ്രീച്ച്ഡ്. അദ്ദേഹം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി തൻ്റെ ജീവൻ പോലും അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും ബാക്കി ഭാഗങ്ങൾ നിങ്ങളെന്താവുക ചേർത്ത് വായിക്കുക. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. നമുക്ക് വായിച്ച് ചിന്തിക്കാം. ജവഹർലാൽ നെഹ്റു റൈറ്റ്സ് അബൌട്ട് ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധി ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കുള്ള ഗാന്ധിജിയുടെ സമയോചിതമായ കടന്നുവരവിനെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു എഴുതുന്നു. When the country was in dear need of such a leadership. അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ പറയാം. ഇന്ത്യ വാസ് ഇൻ ഗ്രേറ്റ് നീഡ് ഓഫ് സച്ച് എ ലീഡർ. അതുപോലത്തെ ഒരു ഉന്നത നേതൃത്വത്തിൻ്റെ ആവശ്യകതയിലേക്ക് ഇന്ത്യ എത്തിയിരുന്നു. ഇന്ത്യ അതിനുവേണ്ടി കൊതിച്ചിരുന്നു. ഗാന്ധിജി was like a beam of light that removed the darkness. അന്ധകാരം തുടച്ചു നീക്കാനായി എത്തിയ പ്രകാശ കണത്തെപ്പോലെയായിരുന്നു ഗാന്ധിജി. ജവഹർലാൽ നെഹ്റു മേക്സ് എ റൈറ്റ് assessment of Gandhiji in his discovery of India. ഗാന്ധിജിയെ കുറിച്ചുള്ള ശരിയായ വിലയിരുത്തൽ നെഹ്റു തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ എഴുതുന്നു. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നത് നെഹ്റുവിൻ്റെ ഒരു പുസ്തകമാണ്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തൽ എന്നാണ് അർത്ഥം. റീഡ് ദ എക്സ്ക്രിപ്റ്റ്. അതിൽ നിന്നുള്ള ഒരു ഭാഗം നമുക്ക് വായിക്കാം. നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നാണ്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ടി വരില്ല. എന്നിരുന്നാലും അദ്ദേഹം ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹം ഡെമോക്രസിയെയും സോഷ്യലിസത്തിനെയും സെക്കുലറിസത്തിനെയും അതേപ്രകാരം ഐക്യത്തിനെയും മതേതരത്തെയും
ത്തിനെയും വല്ലാതെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇതിനിടയിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കുകൾ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ആൻ ഓട്ടോബയോഗ്രഫി എന്നിവയാണ്. ഇൻ 1955 നെഹ്റു വാസ് അവാർഡഡ് ദ ഭാരത് രത്ന. 1955 അദ്ദേഹത്തിന് ഭാരത് രത്ന അവാർഡ് ലഭിച്ചു. ലെറ്റ്സ് ഗോ ടു അവർ ചാപ്റ്റർ. വേൾഡ് വാർ ഫസ്റ്റ് എൻഡഡ് അറ്റ് ലാസ്റ്റ് ആൻഡ് ദ പീസ് instead of bringing us relief and progress brought us repressive legislation and marital law in the Punjab. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ആൻഡ് ദ പീസ്, അത് ബട്ട് ദ പീസ് എന്ന ആണ് റെഡിക്ക് വരിക. അതിൻ്റെ മീനിങ് അങ്ങനെയാണ് വരിക. ഇൻസ്റ്റഡ് ഓഫ് ബ്രിങ്ങിങ് അസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ്, സമാധാനവും അഭിവൃദ്ധിയും തരുന്നതിന് പകരം. ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പകരം, ബ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ നൽകുക. ബ്രിങ്ങിങ് അസ് നമുക്ക് നൽകുക, റിലീഫ് ആശ്വാസം, ബ്രോട്ടസ് repressive of humiliation and passionate hunger filled our people. ഇത്തരം ദാരുണമായ സംഭവങ്ങളെല്ലാം നമ്മുടെ ആളുകൾക്കിടയിൽ അവഗണനയുടെ കഴുപ്പിനീരിൻ്റെ രസങ്ങൾ നൽകി. എന്ന് പറഞ്ഞാൽ അവഗണന അവർ തിരിച്ചറിഞ്ഞു എന്നർത്ഥം. ആൻഡ് പാഷനറ്റ് ആങ്കർ, അവരുടെ ഫില്ഡ് അവർ പീപ്പിൾ, നമ്മുടെ ആളുകൾക്കിടയിൽ ശക്തമായ വിദ്വേഷം നിറക്കപ്പെട്ടു. പാഷനറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി എന്നാണ് അർത്ഥം. വി ഹാഡ് ബിക്കം എ ഡിറലക്റ്റ് നാഷൻ, നാം ഒരു അവഗണിക്കപ്പെട്ട, ആളുകൾ കൈയൊഴിയപ്പെട്ട രാഷ്ട്രമായി മാറി. യെറ്റ് വാട്ട് കുഡ് വി ഡു, എന്നിരുന്നാലും എന്താണ് നാം ചെയ്യുക? ഹൗ ടു ചേഞ്ച് ദിസ് വൈസിയസ് പ്രോസസ്, ഈ ഒരു മോശമായ അവസ്ഥയെ മാറ്റം വരുത്താൻ നാം എന്താണ് ചെയ്യുക? വി സീം ടു ബി ഹെൽപ്ലെസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ആൾ പവർഫുൾ മോൺസ്റ്റർ, നാം ഒരു ഭീമൻ ചെകുത്താൻ്റെ കയ്യിൽ നിസ്സഹായരായി അകപ്പെട്ടതുപോലെയായി നമുക്ക് തോന്നി. സീമഡ് എന്ന് പറഞ്ഞാൽ തോന്നുക എന്നാണ് അർത്ഥം. ഹെൽപ്ലെസ് എന്നാൽ നിസ്സഹായരായി, മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെകുത്താൻ എന്നാണ് അർത്ഥം. അവർ ലിംസ് വേർ പാരലൈസ്ഡ്, നമ്മുടെ കാലുകളെല്ലാം കുഴയാൻ തുടങ്ങി. അവർ മൈൻഡ്സ് ഡീഡൻറ്റ്, നമ്മുടെ മനസ്സുകളെല്ലാം നിർജീവമായി. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ, അധികം ആളുകളും കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ്. കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ് എന്ന് പറഞ്ഞാൽ തൊഴിൽ രഹിതരായി എന്നാണ് അർത്ഥം. ആൻഡ് ഇൻകാപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് മാനുവൽ ഓർ ടെക്നിക്കൽ വർക്ക്സ്, സാധാരണ രീതിയിലുള്ള അതല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ജോലികളൊന്നും ലഭിക്കാത്ത ആളുകൾ join the swelling army of the unemployed. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വീർക്കുക, വർദ്ധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അവരൊക്കെ വർദ്ധിച്ചു വരുന്ന തൊഴിൽ രഹിതരുടെ പട്ടികയിൽ അകപ്പെട്ടു. ആൻഡ് ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ്, നിസ്സഹായരായും പ്രതീക്ഷയറ്റവരായും സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദ മൊറാഷ്, അവരെല്ലാം ഈ ഒരു ചതുപ്പിലേക്ക് അല്ലെങ്കിൽ ചെളിക്കുഴിയിലേക്ക്
അൺഎംപ്ലോയ്മെൻറ്റ് എന്ന ചെളിക്കുഴിയിലേക്ക് ആപ്പതിച്ചു. They didn't know where to took, for neither the old nor the new offered them any hope. They did not know where to look. എങ്ങോട്ട് തിരിയണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഫോർ എന്ന് പറഞ്ഞാൽ ബിക്കോസ് എന്നാണ് അർത്ഥം. neither the old nor the new offered them any hope. പഴയതോ പുതിയതോ ആയ കാര്യങ്ങളൊന്നും അവർക്ക് ഒരു രീതിയിലുള്ള പ്രതീക്ഷയും നൽകുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്.